സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഭരിച്ച UPA സർക്കാർ 1995 പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വഖഫ് നിയമവും അതിനുമേൽ 2013 അവർ തന്നെ വരുത്തിയ ഭേദഗതികളും ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് കടുത്ത അലോസരം ഉളവാക്കാൻ പോന്നതായിരുന്നു. വാക്കാലുള്ള ഉടമ്പടികളിലൂടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയെ വഖഫിന്റേതാക്കി മാറ്റുവാനുള്ള അനുവാദവും ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രോപ്പർട്ടിയെയും വഖഫിന്റേതാക്കി മാറ്റാമെന്നുള്ള അവകാശവും ഇസ്ലാമിക സമൂഹത്തിന് പുറത്തുള്ളവരെ മാത്രമല്ല ഇസ്ലാമിക സമൂഹത്തിലെ സാധാരണക്കാരെ പോലും ബാധിച്ചത് അങ്ങേയറ്റം ഗുരുതരമായിട്ടായിരുന്നു. എല്ലാത്തിലും ഉപരിയായി ഇത്തരം അന്യായങ്ങളിലെ വ്യവഹാരങ്ങളെല്ലാം വഖഫിന്റെ തന്നെ ട്രൈബ്യൂണലിൽ തീർപ്പാക്കേണ്ടതും ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിക്ക് പോലും അതിൽ ഒന്നും ഇടപെടാനാകില്ല എന്നുമുള്ള നിയമങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉളവാക്കിയ ചേരിതിരിവുകൾ വളരെ വലുതായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിന്റെ ഉന്നമനം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു ബോർഡ് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യതകളെ അട്ടിമറിക്കുന്ന തരത്തിൽ കടുത്ത അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും സമൂഹത്തിൽ പലരുടെയും വീടും പുരയിടവും കൈവശപ്പെടുത്താൻ ഒരുങ്ങുകയും ചെയ്യുന്ന കിരാത നിയമത്തിന് തടയിട്ടുകൊണ്ട് സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് പൊതുജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാർ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ടേമിലും ഈ തവണയും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്ന ഇച്ഛാഭംഗത്തിൽ നീറുന്ന കോൺഗ്രസും കയ്യാളുകളും നുണപ്രചാരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഭയപ്പെടുത്തലുകളും നടത്തിക്കൊണ്ട് തങ്ങളുടെ കുതന്ത്രങ്ങൾ വിജയിപ്പിച്ച് ഏതു വിധേനയും അധികാരത്തിന്റെ കനക സിംഹാസനത്തിലേറാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷകൾ തകർന്ന് അടിയുകയും പണം മുടക്കി വാങ്ങിയ പ്രോപ്പർട്ടി വിട്ടിറങ്ങിപ്പോകാൻ നിർബന്ധിതരാകുകയും ചെയ്തെങ്കിലും കേരളത്തിലെ മുനമ്പം ചെറായി പ്രവിശ്യയിലെ ഒരു പറ്റം ജനങ്ങളുടെ ആസ്തി വകകൾക്ക് നേരെ അവകാശത്തിന്റെ നോട്ടീസ് എറിഞ്ഞതോടെയാണ് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച വഖഫ് ആക്ടിന് അടിമുടി പരിക്കേറ്റത്. ഒറ്റപ്പെട്ട നിലയിൽ മുനമ്പത്ത് ആരംഭിച്ച ചെറുത്തുനിൽപ്പും പ്രതിഷേധവും ശക്തി പ്രാപിക്കുകയും മുനമ്പം വേളാങ്കണ്ണി പള്ളിക്ക് മുൻപിൽ കെട്ടിയുയർത്തിയ പന്തലിലേക്ക് റിലേ നിരാഹാര സമരമായി അത് കൂടുതൽ ജനപിന്തുണയോടെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കേരളത്തിലും കേന്ദ്രത്തിലും അടുത്ത ഭരണം സ്വപ്നം കണ്ട് നടക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായി. ഈ സമരം ഇത്തരത്തിൽ മുൻപോട്ട് പോവുകയും രാജ്യത്തിന് അകത്തും പുറത്തും അത് ചർച്ചയാക്കപ്പെടുകയും ചെയ്താൽ ഉറപ്പായും കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ മുനമ്പംകാർക്കൊപ്പമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴെല്ലാം അവർ ആവർത്തിച്ച് പറഞ്ഞത് മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ലെന്നും മുനമ്പത്തെ പ്രശ്നമെല്ലാം തങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു തരാമെന്നും മുനമ്പം പ്രശ്നവും വഖഫ് ഭേദഗതിയും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യസ്തമാണെന്നും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നുമായിരുന്നു. മര്യാദയുടെ പേരിൽ മുനമ്പത്തുകാർ എല്ലാം മൂളിക്കേട്ടുവെങ്കിലും വഖഫ് ഭേദഗതി എന്ന കാര്യത്തിന് മാത്രം ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഉറപ്പിച്ച് ശക്തമായി തന്നെ മുമ്പോട്ട് പോയി. അപകടം മണത്ത കോൺഗ്രസ് പാർട്ടി അവരുടെ ഏകാഗ്രത തെറ്റിക്കാൻ ആകുന്നത്ര പരിശ്രമിച്ചുവെങ്കിലും അവർ ഉറപ്പിച്ചത് തന്നെ നടപ്പിലാക്കത്തക്ക നിലയിൽ അവർ മുൻപോട്ട് പോയി. സർവശക്തനായ ദൈവവും അവരോടൊപ്പം ഇരുന്നു. ബിൽ ഭേദഗതിയെ കുറിച്ച് സമഗ്രമായി പഠിക്കാൻ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിയെ നിയോഗിച്ചതു മുതൽ ഒരു വിഭാഗത്തെ ഭയപ്പെടുത്തിയും അവരുടെ അവകാശങ്ങൾ അട്ടിമറിക്കാൻ പോകുന്നുവെന്നും വിളംബരം ചെയ്തുകൊണ്ട് കുളം കലക്കി മീൻ പിടിക്കുന്ന കുതന്ത്രം ആവുന്നത്ര ശക്തിയോടെ UPA കക്ഷികൾ പുറത്തെടുത്തു. ഏത് കാര്യത്തെയും വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും പോന്ന ശേഷിയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ കരക്കമ്പിക്കൊപ്പം നിന്ന് കടുത്ത ഭയപ്പെടുത്തലിനും ധ്രുവീകരണത്തിനും
കളമൊരുക്കി. കോൺഗ്രസിന്റെ വീക്ഷണകോണിലെ ന്യൂനപക്ഷം എന്നാൽ അതിൽ ക്രൈസ്തവരില്ലാത്തതിനാൽ ന്യൂനപക്ഷ അവകാശ ധ്വംസനം എന്ന് തന്നെ അവർ കുടം പൊട്ടിപ്പാടി. എന്നാൽ കാലങ്ങളായി ഇവർ തുടരുന്ന ഇത്തരം നുണപ്പാട്ടുകളുടെയും തെറ്റിദ്ധരിപ്പിക്കലുകളുടെയും അകം പൊരുളുകൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നതിനാൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭേദഗതി നിയമം വേഗത്തിൽ തന്നെ പാസ്സാക്കുകയും രാഷ്ട്രപതി തുല്യം ചാർത്തി അത് നിയമമാക്കുകയും ചെയ്തു. പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയെങ്കിലും ബില്ല് പാസ്സായെങ്കിലും പിന്മാറാതെ ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്നും മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങളെല്ലാം ഇതോടെ അട്ടിമറിക്കപ്പെടുമെന്നുമുള്ള അസത്യ പ്രഘോഷണങ്ങളുമായി അവർ മുൻപോട്ട് പോകുകയാണ്. തങ്ങളാണ് എക്കാലത്തും പൊതുജനത്തിന്റെ ഹിതത്തിനൊപ്പം നിൽക്കുന്നതെന്നും NDAയുടെ നയം ജനവിരുദ്ധമാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ചെയ്തു വെച്ചിട്ടുള്ള പലതും ഇന്ത്യൻ സമൂഹത്തിൽ കടുത്ത ധ്രുവീകരണം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളും എതിർത്തുകൊണ്ടിരിക്കുന്നത് ജനഹിതമാക്കാൻ പോകുന്ന നിയമങ്ങളെയുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി മോദി സർക്കാർ ഇല്ലാതാക്കിയത്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജമ്മു കാശ്മീരിന് മാത്രം പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്ന ഭരണഘടനയിലെ വ്യവസ്ഥയായിരുന്നു ആർട്ടിക്കിൾ 370. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമായ ഭരണഘടനയുടെ മുഴുവൻ വ്യവസ്ഥകളും കശ്മീരിന് ബാധകമായിരുന്നില്ല. ജമ്മു കശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടന അനുച്ഛേദമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370. കൃത്യമായി പറഞ്ഞാൽ വഖഫ് ആക്ട് പോലെ തന്നെ പ്രീണനത്തിനായി കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി വെച്ച മറ്റൊരു പ്രതിസന്ധി തന്നെയായിരുന്നു ആർട്ടിക്കിൾ 370. അതനുസരിച്ച് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ താമസക്കാരെ അപേക്ഷിച്ച് ജമ്മു കശ്മീരിലെ താമസക്കാർ പൗരത്വം, സ്വത്തിന്റെ ഉടമസ്ഥാവകാശം, മൗലിക അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളുടെ കീഴിലാണ് ജീവിക്കുന്നതെന്നും ഈ വ്യവസ്ഥയുടെ ഫലമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജമ്മു കശ്മീരിൽ സ്ഥലമോ സ്വത്തോ വാങ്ങാൻ കഴിയില്ലെന്നുമുള്ള സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ജമ്മു കശ്മീരിന്റെ കാര്യത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് പോലും അനുവാദമില്ലാത്ത തരത്തിലും ജമ്മു കശ്മീരിന്റെ അതിർത്തി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാർലമെന്റിന് പോലും അധികാരമില്ലാത്ത തരത്തിൽ മുൻപോട്ട് പോയി അവർ സ്വന്തമായി സമാന്തര ഭരണകൂടമായി മാറുകയും അത്തരം സാഹചര്യങ്ങൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തീവ്രവാദങ്ങൾ അവിടെ വളരുകയും ചെയ്യുന്ന സാഹചര്യമാണ് പിന്നീട് സംജാതമായത്. എന്നാൽ മോദി സർക്കാർ അതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ജമ്മു കശ്മീർ പുനഃസംഘടന നിയമം കൊണ്ടുവന്നു. 2019 പ്രകാരം ഇത് സംബന്ധിച്ച പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഉടനടി രാഷ്ട്രപതിയുടെ ഉത്തരവും പുറത്തിറങ്ങി. ആർട്ടിക്കിൾ 370 റദ്ദായതോടെ ജമ്മു കശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ 35 ഇല്ലാതായി. എന്നാൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കാതിരിക്കാൻ അതിശക്തമായ പ്രതിഷേധങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും വർഗീയ ചേരിതിരിവുകളുമാണ് കോൺഗ്രസ് പടച്ചുവിട്ടത്. എന്നാൽ പ്രത്യേക പദവി പോയെങ്കിലും കശ്മീരിലെ മുസ്ലിമുകളുടെ ഒരു അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടില്ല. വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഉപേക്ഷിക്കണമെന്ന് തോന്നിയാൽ അവളുടെ മുഖത്ത് നോക്കി 3 തവണ തലാഖ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് സ്ഥാപിച്ച തൽക്ഷണ വിവാഹ മോചനമായ മുത്തലാഖ് എന്ന കരി നിയമത്തെയും നിരോധിച്ചുകൊണ്ട് 2019 തന്നെ മോദി സർക്കാർ നിയമം നടപ്പിലാക്കി. ഇന്ത്യയിൽ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ട ഈ നിയമം ഭരണഘടന വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്ന് സുപ്രീം കോടതി പോലും അവകാശപ്പെട്ടിരുന്നതാണ്. ഇസ്ലാമിലെ സഹോദരിമാരെല്ലാം ഒരുപോലെ ആഗ്രഹിച്ച് ആ കാര്യം നിലവിൽ വരുന്നതിന് മുൻപ് ഇതേ ഭയപ്പെടുത്തലുമായി പ്രതിപക്ഷവും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മാധ്യമങ്ങളും സൃഷ്ടിച്ചത് വലിയ തെറ്റിദ്ധരിപ്പിക്കലുകളായിരുന്നു. ഇസ്ലാം സമൂഹത്തെ കേന്ദ്ര സർക്കാർ ഒറ്റപ്പെടുത്തുന്നുവെന്നും അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നും പ്രചരിപ്പിച്ചു. പക്ഷേ മുത്തലാഖ് നിരോധിച്ചപ്പോൾ മുസ്ലിം സഹോദരിമാരെല്ലാം ഒരുപോലെ കൈയടിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ചു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ,
എന്നിവിടങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം നൽകുന്ന തരത്തിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ അത് ഒരിക്കലും ഇന്ത്യൻ പൗരന്മാരായ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉളവാക്കില്ലെന്ന് അറിയാമായിരുന്നുവെങ്കിലും കടുത്ത ഭയപ്പെടുത്തലുകളും ചേരിതിരിവുകളുമാണ് പ്രതിപക്ഷം അഴിച്ചുവിട്ടത്. എന്നാൽ ഈ 3 ഇസ്ലാമിക രാജ്യങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം ഉണ്ടായി എന്നതിനപ്പുറത്ത് ഒരു മുസ്ലിം സഹോദരങ്ങൾക്കോ ഒരു ദോഷവും ഉണ്ടായില്ല. ഇതേ പാറ്റേണിൽ തന്നെയായിരുന്നു വഖഫ് നിയമ ഭേദഗതിക്കെതിരെയും കോൺഗ്രസും ഘടക കക്ഷികളും പ്രക്ഷോഭമുണ്ടാക്കിയത്. ചുരുക്കത്തിൽ മതം നോക്കാതെ പൊതുജനക്ഷേമത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് മോദി സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവിധ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനും ഭൂരിപക്ഷത്തെ ദ്രോഹിക്കുവാനും നിയമങ്ങളെല്ലാം കൊണ്ടുവരികയും മറ്റു പാർട്ടി ജനോപകാരപ്രദമായി ഏത് നിയമാവിഷ്കാരങ്ങൾ വന്നാലും അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇസ്ലാമിക പ്രീണനം നടത്തുകയും ചെയ്യുന്നത് ജനാധിപത്യ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒട്ടും ആശാസ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നാനാത്വത്തിൽ ഏകത്വമായി നിലകൊള്ളുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങൾ സുതാര്യവും ജനഹിതത്തിൽ അധിഷ്ഠിതവുമാണെന്ന് തെളിയിക്കാൻ അവരുടെ പുറം ചട്ടയിൽ അവർ പ്രചണ്ഡമായി പ്രദർശിപ്പിക്കുന്ന ഒരു തലക്കെട്ടാണ് മതേതരത്വം എന്നത്. ജാതിമത ഘടകങ്ങളെ മാനദണ്ഡമാക്കി ഏതെങ്കിലും ഒരു സമൂഹത്തോട് പ്രത്യേക പരിഗണനയോ വിദ്വേഷമോ കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആശയത്തെയാണ് സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന വാക്കുകൊണ്ട് പൊതുവെ ഇവിടെ വിവക്ഷിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ മതത്തിന്റെ മാനദണ്ഡങ്ങളില്ലാതെ സ്വാഭാവികമായ പരിഗണനകളെ മാത്രം അടിസ്ഥാനമാക്കി മാനുഷിക വ്യവഹാരങ്ങൾ നടത്തണമെന്നുള്ള നിർദ്ദേശക തത്വത്തെ മതേതരത്വം എന്ന വാക്കുകൊണ്ട് നിർവചിക്കാം. ഓരോ രാജ്യങ്ങൾക്കും വ്യക്തമായ മതേതര മാനദണ്ഡങ്ങളും അതിന് അധിഷ്ഠിതമായ പാരമ്പര്യങ്ങളും ഉണ്ട്. മതേതര ചിന്തകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഉണ്ടെങ്കിലും 1976 കാലഘട്ടത്തിലാണ് സെക്യുലറിസം എന്ന പദത്തിന് ഭരണഘടനാപരമായ ഒരു സ്വീകാര്യത ഉണ്ടായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 മുതൽ 25 വരെയുള്ള മൗലിക അവകാശങ്ങളുടെ വകുപ്പിൽ ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനുമുള്ള അവകാശത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടന നൽകുന്ന ഈ അവകാശം വിവിധ മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഒരു സമൂഹത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ അവിടെ ശക്തവും ഭൂരിപക്ഷവുമായിരിക്കുന്ന വിഭാഗങ്ങളുടെ സഹകരണം കൂടിയേ തീരൂ. ആ ഒരു കാര്യം വിശകലനം ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹമായ ഹൈന്ദവ സമൂഹം ഇതര മതസ്ഥരെ കൂടെ ഉൾക്കൊള്ളാൻ ഉതകുന്ന തരത്തിൽ കാട്ടിയ മതേതരമായ സ്നേഹവും സഹകരണവുമെല്ലാം അനുസ്മരിക്കപ്പെടുന്നത്. മതപരമായി ജീവിക്കുന്നവർക്കും മതമില്ലാതെ ജീവിക്കുന്നവർക്കും ഇന്ത്യൻ ഭരണഘടനയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് അനുവദിക്കപ്പെട്ടത്. അത്തരമൊരു സാഹചര്യവും ഇന്ത്യയിൽ അക്കാലത്ത് നിലനിന്നിരുന്നു. എന്നാൽ കാലക്രമേണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും സ്വാർത്ഥത മാത്രം പെരുകുകയും ചെയ്തപ്പോൾ മതേതരത്വം കേവലം അധരചർവണം മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളിലെ ഏറ്റവും വലിയ കൗതുകം എന്തെന്നാൽ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പേരിന്റെ മുൻപിൽ കണ്ണേറുകോലം പോലെ മതം വായ്പിളർന്ന് നിൽക്കുമ്പോഴും അവർ വലിയ വായിൽ മതേതര ഗീർവണങ്ങൾ മുഴക്കിക്കൊണ്ട് സെക്യുലറിസത്തിന്റെ വക്താക്കളായി പകർന്ന് ആടുന്നതാണ്. ഉദാത്തമായ സാഹോദര്യത്തോടെ രാജ്യത്തേക്ക് വന്ന മതങ്ങളെ സ്വീകരിച്ച ഇന്ത്യയിലെ ജനങ്ങൾക്ക് പിൽക്കാലത്ത് നേരിടേണ്ടി വന്നത് അധിനിവേശങ്ങളുടെ ചരിത്രം തന്നെയായിരുന്നു. അത്തരത്തിൽ ചിലരുടെ ആസൂത്രിതമായ നീക്കങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അപകടമായി മാറുമെന്ന വ്യക്തമായ സൂചനകൾ ലഭിച്ചതോടെ മതേതര ചിന്തകൾ വിട്ട് ചിലർ തീവ്രമായ ചിന്തകളിലേക്ക് കടക്കുവാൻ നിർബന്ധിതരായിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അപ്പോഴും മറുവശത്ത്
വോട്ട് ബാങ്കുകൾ നിലനിർത്താനായി കയ്യിൽ ധാരാളം വോട്ടുള്ള പ്രത്യേക സമൂഹത്തെ പ്രീണിപ്പിക്കുവാൻ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയായിരുന്നു. എന്നാൽ അത് അങ്ങേയറ്റം ഖേദകരമായി മാറിയത് ഹീനമായ അത്തരം വോട്ട് ബാങ്ക് പ്രീണനങ്ങൾ തുടരുമ്പോഴും അവർ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നത് മതേതരത്വം എന്നതായിരുന്നു എന്നതാണ്. അത് ഇപ്പോഴും തീവ്രമായി തന്നെ തുടരുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം എന്ന് നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നവർ തികച്ചും മതപരമായി മാത്രം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രമേയം പാസാക്കിയത്. എല്ലാ മതത്തിലും പെട്ട പൗരന്മാരെ തുല്യമായി കാണുവാൻ കഴിയുന്ന തരത്തിൽ വിഭാവന ചെയ്ത മതേതരത്വത്തിന്റെ രൂപഭാവങ്ങൾ ഇടതു വലത് കക്ഷികൾ മാറ്റിയത് ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്ന, ഹിന്ദുത്വത്തെ വെറുക്കുന്ന, ക്രിസ്ത്യാനിറ്റിയെ അവഗണിക്കുന്ന തരത്തിലായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഈ വഞ്ചനാപരമായ കളി കണ്ടു. തങ്ങൾ തുടർച്ചയായി വഞ്ചനയ്ക്ക് ഇരയായി എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളയാൻ തുടങ്ങിയത്. ദേശീയതയിലൂന്നിയ രാഷ്ട്രീയം കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു. എന്നാൽ അതിനെ ഹിന്ദുത്വ വർഗീയത എന്ന പേരിൽ വെറുക്കുന്നതായി പ്രചരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നതായി അഭിനയിച്ച രാഷ്ട്രീയ കാപട്യങ്ങളായിരുന്നു ഇടതു വലത് കക്ഷികൾ അവതരിപ്പിച്ച മതേതരത്വം. എന്നാൽ ഈ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഒരു പരിഗണനകളും ലഭിക്കാതെ ക്രൈസ്തവ സമൂഹത്തെ ഇവർ രണ്ടാം കിടക്കാരും തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് തങ്ങളുടെ തിന്മകൾക്കെതിരെ വായി തുറക്കാതെ ഏറാൻ മൂളി കഴിയേണ്ടവർ എന്നുമായിരുന്നു കോൺഗ്രസ് പാർട്ടി ധരിച്ചു വെച്ചിരുന്നത്. മുൻപ് പലവട്ടം അക്കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മുനമ്പം പ്രശ്നത്തിന്റെ മൂർധന്യതയിലാണ് അതിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടത്. ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിനായി വഖഫ് ആക്ടിൽ 3I, 3R എന്നീ അമെൻമെന്റുകൾ ചേർത്ത് ആർക്കും ആരുടെ പ്രോപ്പർട്ടിയെയും വഖഫാക്കി മാറ്റാമെന്നും വഖഫ് സംബന്ധമായ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനുള്ള പരമാധികാരം വഖഫ് ട്രൈബ്യൂണലാണെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള കാടൻ നിയമം ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസ് ആണ്. വഖഫ് നിയമം പൊളിച്ചെഴുതാതെ മുനമ്പത്തെ വഖഫ് ഇരകൾക്ക് ഒരിക്കലും മോചനം ഉണ്ടാകില്ലെന്നും അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു. എങ്കിലും തെല്ലും മനസാക്ഷി കുത്തില്ലാതെ മുനമ്പത്ത് വന്ന് മുനമ്പം വഖഫിന്റെ സ്ഥലമല്ലെന്നും വഖഫ് നിയമവും മുനമ്പത്തെ പ്രശ്നവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് മുനമ്പങ്കാരെ പച്ചയ്ക്ക് പറഞ്ഞു പറ്റിക്കുമ്പോഴും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത് മതേതരത്വമായിരുന്നുവെന്ന് പറയുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ ജനങ്ങൾ കുഴഞ്ഞു പോവുകയാണ്. തികച്ചും വഞ്ചനാപരമായ ആ മതേതര പ്രഹസനത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന പ്രസ്താവനയുമായി ആദ്യം കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗും മുനമ്പത്തെത്തിയതും. അത് പ്രസ്താവിച്ചിട്ട് കോൺഗ്രസിന് സ്വാധീനമുണ്ടെന്ന് അവർ കരുതിയ വരാപ്പുഴ രൂപത ആസ്ഥാനത്തെത്തി ചർച്ചകൾ നടത്തിയതും. എന്നാൽ സമസ്തയും SDPIയും ഒക്കെ തനി നിറം വെളിപ്പെടുത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് മുരടനക്കിയപ്പോൾ തന്നെ ഇവർ കെട്ടിപ്പൊക്കിയ മതേതരത്വത്തിന്റെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്ന കാഴ്ചകളാണ് കണ്ടത്. മുനമ്പത്തെ ജനങ്ങളുടെ ഉറപ്പും കരുത്തും നിമിത്തം അവർ സമരം മുൻപോട്ട് കൊണ്ടുപോവുകയും ബില്ല് പാസാക്കി എടുക്കുകയും ചെയ്തു. ഒട്ടും മടിക്കാതെ മതേതര മഹാമനസ്കർ ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. എന്നിട്ടും ഇച്ഛാഭംഗം മടങ്ങാത്ത ആ മതേതര മഹാനുഭാവന്മാർ തെറ്റിദ്ധരിപ്പിക്കലും ഭയപ്പെടുത്തലും തുടരുകയാണ്. മതേതരത്വത്തിന്റെയും ജനാധിപത്യ ചിന്തകളുടെയും മൊത്തം കച്ചവടക്കാരായ ഇടതുപക്ഷവും അവരുടെ മാർക്സിയൻ ചിന്താധാരകൾ വിട്ട് വോട്ട് ബാങ്ക് പ്രീണനത്തിനായി എല്ലാ നയങ്ങളെയും അട്ടിമറിക്കുമ്പോഴും മതേതരത്വ നിലപാടുകളാണ് തങ്ങളുടേതെന്ന് ആവർത്തിക്കുകയാണ്. പാർലമെന്റ് അംഗങ്ങൾ സംയുക്തമായി സഹകരിച്ച സമിതിയിൽ ബില്ല് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും അത് സഭകളിൽ അവതരിപ്പിച്ച് വോട്ടിനിട്ട് നിയമമാക്കി മാറ്റുകയും ചെയ്തിട്ടും ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നവരുടെ ലക്ഷ്യം ഭരണഘടനയെ പോലും മതപരമായി അട്ടിമറിക്കുക എന്നതാണോ എന്ന്
ആശങ്കയോടെ ചിന്തിച്ച് പോകുകയാണ്. മതേതരത്വം വാഴണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ആ ആശങ്കയിലാണ്. വ്യക്തമായി പറഞ്ഞാൽ ഇടതു വലതു കൂട്ടങ്ങൾ ഇപ്പോൾ മുൻപോട്ട് വെക്കുന്ന മതേതരത്വ സിദ്ധാന്തത്തിൽ ഇന്ത്യയിലെ എല്ലാ മതസ്ഥരും ഇല്ല, ഒരു മതം മാത്രമേ ഉള്ളൂ. അവരെ കൂടെ കൂട്ടാതെ നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വർഗീയ പ്രീണനം കൊഴുപ്പിച്ച് അവർ മുൻപോട്ട് പോകുകയാണ്. ന്യൂനപക്ഷ അവകാശങ്ങളെന്നോ ന്യൂനപക്ഷ പരിരക്ഷയെന്നോ ഒക്കെ പറഞ്ഞാൽ അവർ വിവക്ഷിക്കുന്നത് ഇസ്ലാം പക്ഷത്തിന്റെ അവകാശങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ്. അതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ന്യൂനപക്ഷ ആനുകൂല്യ വിതരണത്തിന്റെ റേഷ്യോ 80:20 എന്നാക്കി മാറ്റിയതും ഹാഗിയ സോഫിയ പള്ളി മോസ്കാക്കി മാറ്റിയപ്പോൾ സംഭവിച്ചതും പാഠപുസ്തക വിവാദത്തിലും വെളിപ്പെട്ട് വന്നതുമെല്ലാം. ക്രൈസ്തവരുടെ ക്ഷേമത്തിനായി ഇടത് സർക്കാർ അവതരിപ്പിച്ച JB കോശി കമ്മീഷൻ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചില്ലെങ്കിലും അത് പൂഴ്ത്തിവെച്ച ഇടത് സർക്കാർ അതിൽ അടയിരിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നും ഇപ്പോൾ ക്രൈസ്തവർക്ക് വ്യക്തമായിട്ടുണ്ട്. കയ്യിൽ കനത്ത വോട്ടുള്ള ഒരു മതസമൂഹത്തിന് വേണ്ടി ഇതര ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ അട്ടിമറിക്കാൻ എന്ത് കളിയും ഇടത് വലത് മുന്നണികൾ കളിക്കും. അപ്പോഴും അവരുടെ കയ്യിൽ മതേതരത്വമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ പ്ലക്കാർഡുകൾ ഉണ്ടാകും എന്നതാണ് ഐറണി. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.